നിങ്ങളെ നിങ്ങളെന്ന് വിളിക്കുന്നു പിന്നെ പിടിച്ചാൽ നമ്മളെ അങ്ങനെ വിളിക്കുന്നു നീയെന്ന്. ആ നീയെന്ന് വിളിക്കണ്ട, നീയെന്ന് വിളിക്കണ്ട. ഫോൺ ഉപയോഗിക്കരുത്, ഫോൺ എടുക്കരുത്, അതൊക്കെ അത് എന്തോ ഇവിടെ ഫോണും കൊണ്ടുവന്ന് നിങ്ങൾ ആരെ ഇവിടെ ഓർഡർ വിടാൻ ഇവിടുത്തെ പൂജാരി അല്ലയോ, അതിന് അപ്പുറത്തെ ആളൊന്നും അല്ലല്ലോ. ആരും ചോദിച്ചിട്ട് ഈ ചോദിക്കാൻ വന്നതാ. എന്താ നിങ്ങളുടെ വീട്ടിൽ ഫോട്ടോ എടുത്തോ? നിന്റെ ഫോട്ടോ എടുത്തോ? എന്തോ ഇവിടെ 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 വന്ന് ഫോട്ടോ എടുത്തോ? അവിടെ എന്തോ അത് എടുത്തോ? ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ചെയ്യണം വിളിക്കുന്നത്, നിങ്ങളുടെ വീട്ടിൽ നിന്ന് എടുക്കാൻ പറ്റില്ല. തോന്നിയ ദിവസമൊന്നും വേറെ തോന്നിയ ദിവസമൊന്നും പറയാനൊക്കത്തില്ല കേട്ടോ. ഞാൻ പറഞ്ഞേക്കാം, നിങ്ങൾക്ക് ഇവിടെ ഉദ്യോഗം പിന്നെ പൂജ ചെയ്യുന്ന ജോലിയേ ഉള്ളൂ. അതിൻ്റെ അപ്പുറമൊന്നും ഞാൻ എടുക്കണ്ട. ഇവിടെ പൂജ ചെയ്യുന്ന ഈ അമ്പലമൊക്കെ ഉണ്ടാക്കിയത് നിങ്ങളാരുമല്ല, എൻ്റെ ഭർത്താവ് ഇവിടെ ഇത് ഉണ്ടാക്കിയത്. അറിയാമോ നിങ്ങൾക്ക്? അങ്ങനെ നിങ്ങൾക്ക് കുറെ പെണ്ണുങ്ങളൊക്കെ ഉപദേശിക്കാനുണ്ടെന്ന് എനിക്കറിയാം. ആ ഉപദേശമൊക്കെ ആ പെണ്ണുങ്ങൾ ഉപദേശിച്ചുകൊണ്ട് ഇങ്ങോട്ട് എടുക്കണ്ട. ഇങ്ങോട്ട് എടുക്കല്ലേ വരുവാട്ടെ പൂജാരിക്കട്ടെ. തങ്ങളുടെ മോൻ കൂടുതൽ എടുക്കരുത്. 8ന്റെ പണി വരും അമ്മേ. കൂടുതൽ എടുക്കരുത് കേട്ടോ. തങ്ങളുടെ മോനാണെന്ന് എനിക്കറിയാം. അതിനപ്പുറത്തെ ആളൊന്നുമല്ല. എന്തോ എന്തുവാ എന്താ കാണിച്ചു തരും? ആ 8ന്റെ പണി തരുമെന്ന് ഇന്നാളിലും പറഞ്ഞമ്മേ. 8ന്റെ പണി മന്ദിരത്തിൽ വരാനൊക്കത്തില്ല ഞങ്ങൾക്ക്. എന്തായാലും എന്റെ കൂടെ കാണിച്ചു. ആരുടെ ഇവിടെ വരുന്നവരെ പോലൊന്നും അവളെടുത്തിട്ടില്ല. അതിന്റെ ആവശ്യം നോക്കിയില്ല. ആ ഈ കാണിച്ചു തന്നെ. അതെങ്ങനെ കാണിച്ചു തരുന്നത്? ആ നിങ്ങളെ അതെ നിങ്ങളെ ഇവിടുത്തെ പൂജ ചെയ്തേക്കാൻ മതി. വേറെ ഭരണത്തിനൊന്നും വരണ്ട. വേറെ ഭരണത്തിനൊന്നും വരണ്ട. പൂജയ്ക്കാൻ വന്നത് അതിന്റെ ശമ്പളം കിട്ടുന്നില്ലയോ? അതിനപ്പുറം ഒന്നും വേണ്ട. വീട്ടിൽ പൂജ ചെയ്യുന്നതും പൂജ ചെയ്തോളൂ. ഞങ്ങളെ പിടിക്കാൻ പറ്റില്ലേ? ഓട്ടയുടെ ഭഗവാന്റെ മക്കളെയും ഭഗവാന്റെ ഭാര്യയും പിടിക്കാൻ പറ്റണ്ട. തോന്നി ഭാഷ നിങ്ങളാ പറയുന്നത്. തോന്നി ഭാഷ ഞാനും പറയും. എന്ത് തോന്നി ഭാഷ കാണിക്കുന്നത്? കൊള്ളാലോ. എന്തുവാ കാണിക്കുന്നത്? കാണിച്ചു തോന്നി ഭാഷ കാണിച്ചു പറ. നിങ്ങൾ ആരാ? നിങ്ങൾ ആരാ ഞാൻ ചോദിച്ചത്? പൂജാരി ചെയ്യോ? പൂജാരി വേണ്ടാന്ന് പറഞ്ഞാൽ പറയൂ. കമ്പിവടിയും കൊണ്ട് വന്നെന്ന് പറഞ്ഞാൽ ഇയാള് കമ്പിവടി കൊണ്ട് വന്നു നങ്കളി പറഞ്ഞത്. നങ്കളിയല്ല, ഇത് കുട്ടൻ. ഒരിക്കലും കുട്ടം പറഞ്ഞു, വടക്കരെ കുട്ടം പറഞ്ഞു. നിങ്ങൾ ഞങ്ങളെ അടിക്കാൻ കമ്പിവടി കൊണ്ട് വന്നു. ആ ഇവിടെ വന്നത് നിങ്ങൾ പറഞ്ഞ് ചോദിക്കാനാ. എൻ്റെ മോളെ നീയെന്ന് വിളിക്കാൻ നിങ്ങൾക്ക് അവകാശമില്ല. നേരെ വിളിക്കാത്തില്ല എൻ്റെ മോളെ നീയെന്ന്. തന്നെ നിങ്ങളെ കലത്തേക്കാൻ വരുന്നതല്ല അവിടെ. നിങ്ങളുടെ വീട്ടിലേക്ക് നങ്കളിയുടെ വീട് കലത്തേക്കാൻ വന്നിട്ടില്ല, വരത്തില്ല. എൻ്റെ ആവശ്യമില്ല. നീയെന്ന് മേലെ വിളിച്ചിട്ടുണ്ട്. നീയെന്ന് നിന്റെ വേലക്കാരെ പോലും വിളിക്കാനൊക്കത്തില്ല. നീയെന്നൊന്നും വിളിക്കാനൊക്കത്തില്ല. ഇന്നത്തെ കാലത്ത് പണ്ട് പോലൊക്കെ വിളിച്ചിട്ടുണ്ടായിരിക്കും. ഞങ്ങളെ വിളിക്കാനൊക്കത്തില്ല. സഹദേവന്റെ ഭാര്യയും മക്കളെയൊന്നും നീയെന്ന് വിളിക്കാനൊക്കത്തില്ല. സഹദേവൻ ആരാ നിനക്ക് അറിയത്തില്ലെങ്കിൽ അറിയത്തില്ലായിരിക്കും നിനക്ക്. സഹദേവൻ ആരുടെ വേലക്കാരനല്ല. എന്തോ കേൾക്കാൻ വയ്യ. മജിസ്ട്രേറ്റാണ്. ആരാന്ന് നാട്ടുകാരോട് ചോദിച്ചറിയാം സഹദേവൻ ആരാന്ന്. നിന്റെ സ്വന്തം പോലുള്ളവരല്ല എൻ്റെ ഭർത്താവ്. നങ്കളിയെ പോലുള്ളതല്ല. നങ്കളിയെ പോലുള്ളതാണ് എൻ്റെ ഭർത്താവ്. ഇങ്ങനെ നടക്കുന്നമ്മേ. എങ്ങനെ നടക്കും? ഞങ്ങൾ വീട്ടിൽ വാങ്ങി നോക്കാൻ വരുന്നു. നിന്റെ വീട്ടിൽ വന്നിട്ടുണ്ട് വാങ്ങി നോക്കാം. അല്ലെ കഴിഞ്ഞ വീട്ടിൽ വന്നിട്ടുണ്ട് വാങ്ങിക്കാം. അതുകൊണ്ടാണ് ഇങ്ങനെ നടക്കുന്നതെന്ന് പറയാം. ഞങ്ങൾ എന്തോ ചെണ്ട് നടക്കുന്നു. ഞങ്ങൾ ചെണ്ട് നടക്കുന്നോടാ. ഞങ്ങൾ ആരുടെയും ഒന്നും വാങ്ങിക്കാൻ പോകില്ല. അവിടെ മറ്റുപോയി ആരുടെയും മക്കളൊന്നും വാങ്ങിക്കില്ല. മൈക്രോട്ടോന്നും അല്ലല്ലോ അമ്പലത്തിൽ നിയമം പഠിപ്പിക്കാൻ വരാൻ. നിയമം പഠിച്ചതാ എൻ്റെ മോളെ. ഞാൻ നിയമം പഠിപ്പിച്ച കൂടുതൽ അഹങ്കാരം കളിക്കുന്നുണ്ട്. എന്തോ ആരെ കണ്ടുകൊണ്ടാ? ഒത്തിരി പെണ്ണുങ്ങളുണ്ട് ഉപദേശിക്കാൻ തരുന്നു. അറിയാൻ വയ്യാന്നൊന്നും വിചാരിക്കണ്ട. നമ്മളെ ശത്രുക്കളുടെ ഉപദേശം കേട്ടാ. നമുക്ക് ശത്രുക്കളോ? ആരെ ശത്രു? അവർക്കും ആരും ശത്രുവില്ല. അഹങ്കാരം ഇത് അഹങ്കാരം. മന്ദിരത്തിൽ പൂജ ചെയ്യുന്നതിൻ്റെ അഹങ്കാരം. കൂടുതൽ എടുക്കല്ലേ ഇങ്ങോട്ട് കേട്ടോ. പറഞ്ഞേക്കാം. ഞങ്ങൾ വലിയ ആളൊന്നും ആവില്ല ഞങ്ങളുടെ മോനെ. ഞങ്ങൾ അത് അറിയാവുന്നവരാ. ഇതാരും അറിയാത്തല്ലേ.
ഇരിക്കുന്നു